ഞങ്ങളുടെ അവിടെ ഇതുപോലെ എന്ത് പറഞ്ഞാലും പ്രശ്നം ഉണ്ടാക്കണവരുണ്ട്. ഗുണ്ടകൾ അനുദാദ്യം വിനുദാദ്യം. ഞാനിട്ട് അങ്ങനെ പേരാ അനുദാദ്യം വിനുദാദ്യം. ഇടി കൊള്ളണ ആൾക്കാരാട്ടാ. ഇടി കൊള്ളുള്ളൂ, കൊടുക്കില്ല. ഇവരാ ജംഗ്ഷനിൽ വന്ന് അന്ന് ഉറപ്പാ ആരെയും ക്രിക്കറ്റ് ഊത്തിട്ട് മേടിച്ചിട്ട് രണ്ടുപേരും കൂടി പോകുന്നു. അന്ന് ഞാൻ ഒരു ദിവസം അടിച്ച് ഉറങ്ങിപ്പോയി ഇടി കൊണ്ടില്ലെങ്കിൽ വൈകുന്നേരം ഞാൻ അയ്യോ ഞാൻ ഇന്ന് ഇടി കൊണ്ടില്ല എന്ന് പറഞ്ഞ് കട വഴി പോകണം. അപ്പം അയ്യപ്പന്മാരുടെ വണ്ടി വന്നത് പമ്പിൽ. അയ്യപ്പന്മാർ ഇടിക്കൂലില്ല. ചെന്ന് അവരെ മെക്കിട്ട് കയറി അയ്യപ്പന്മാർ തേങ്ങക്ക് ഇടിച്ച് താഴ്ത്തിട്ട് ഇടിക്കട്ടെ. അപ്പോൾ ഇടി കൊള്ളണം. ഒരുത്തൻ അങ്ങോട്ട് മാറി തന്നെയൊക്കെ ഇടി കൊള്ളണം. പറ ബാടാ വന്നിടിക്കണം. അവരെ ഇല്ല ഞാൻ മീൻ കൂട്ടിയതാന്ന്. അന്ന് വെട്ടാ കീറ് മേടിക്കേ ഞാൻ മീൻ കൂട്ടി അവരെ തൊടാൻ പാടില്ലെന്ന് അയ്യപ്പന്മാരാ. അതുപോലെ വേറൊരാളുണ്ട് മെലിഞ്ഞിട്ട് നമ്മുടെ അത്തച്ചമയത്ത് നമ്മുടെ യേശുവിനൊക്കെ ആക്കാൻ പറ്റുന്നതാണ്. ഇത് എൻ്റെ വീട്ടിലൂടെ അത് ഇവരൊക്കെ ആയിട്ട് സ്കിറ്റിൽ വന്നുകൊണ്ടിരുന്നത്. ഈ പുള്ളീനെ ഇവരൊക്കെ കൂടി അപ്പോൾ പുള്ളി 2 അടിക്കണ കൂടുതലാണ്. അപ്പോൾ 2 മേടിച്ചു കൊടുത്ത പുള്ളി യേശു വന്നിട്ട് കൊട്ട് ഡിറ്റോ യേശു. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇവർക്കാണ് പ്രൈസ്. അപ്പം ഇങ്ങനെ ഇടക്കിടക്കല്ലേ ജഡ്ജസ് ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്ക് അത്തച്ചമയം വരുമ്പോൾ കുറേ നട്ടപ്പൊരി. രാവിലെ 10 മണിക്ക് തീരണ 4 മണിക്കാണേ. അത് ഇങ്ങനെ കറങ്ങി വരണല്ലോ ക്ഷേത്രത്തിന് മുന്നേ. വടക്കേ കൊട്ട കിഴക്കേ കൊട്ടൊക്കെ ചുറ്റി വരണമല്ലോ. ഒരു വെയിലുവാ. അനങ്ങാൻ പാടില്ലല്ലേ ഈ കുന്തമായിട്ട് ഇവർ നിൽക്കണ്. യേശു ഒട്ടും അനങ്ങാൻ പാടില്ല. ഇങ്ങനെ നടക്കുക. ഈ ഒരിടത്ത ജഡ്ജെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ അനങ്ങിയൊക്കെ ചെയ്യുക. ഇത് എവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഹൈഡ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ യേശു ഇങ്ങനെ കിടന്ന് ഇവിടെ അനങ്ങണ് തൊണ്ട ഉണങ്ങിയിട്ടേ. അപ്പോൾ കുന്തമായിട്ട് കണ് അരുണ എനിക്ക് ഇച്ചിരി വെള്ളം വേണമെന്ന് തോന്നി. കുന്തം കൊണ്ട് കണ്ണടച്ച് കാണിച്ച് പിന്നെ മാന്യമായിട്ട് ഒന്നുകൂടെ പറഞ്ഞു ഇച്ചിരി വെള്ളം കുടിക്കണ്ട അല്ലെങ്കിൽ ചത്തുപോകും. കുറച്ച് കഴിയുമ്പോൾ തെറിയായി. തെറി പൂത്തിട്ട് കുരിച്ച് ഒടിച്ച് 2 ഒടിച്ചിട്ട് ലോറി കൈകൊത്തിട്ട് പുറത്തേക്ക് ആടി. അത് നേരെ ഞാൻ നോക്കുമ്പോൾ ഒരു കടയിൽ നിന്ന് സോഡ കുടിക്കുക. അവരുടെ ടാബ്ലോയും പൊളിഞ്ഞ് എല്ലാം പൊളിഞ്ഞ് അവർ പോയി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോകണം. പുതിയ വളവ് തിരിഞ്ഞ് ഞാൻ അങ്ങ് പോകുമ്പോഴത്തേക്ക് 2 കയ്യിലും പട്ടിയെ കഷ്ണം ഇട്ടിട്ട് നടന്നു പോകും. വണ്ടി കയറ്റിയില്ലേ ഇവരെ ടാബ്ലോ പൊളിച്ച് കളഞ്ഞില്ലേ. അങ്ങനെ കുറേ ക്യാരക്ടറുണ്ട്. പിന്നെ ഒരു പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പുള്ളി അപ്പുറത്തെ കടയിൽ നിന്ന് സീറ്റ് വലിച്ചുകൊണ്ട് വയ്ക്കുക. അപ്പോൾ ഇപ്പുറത്ത് കുറച്ചിങ്ങനെ മാറ്റി പോലീസുകാർ വണ്ടിയിൽ ബോണറ്റ് വെച്ച് എഴുതി കൊടുത്തിട്ടുണ്ട് വേറൊരാൾക്ക്. അപ്പോൾ കടക്കാരൻ്റെ അവിടെ എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അന്നേരം സീറ്റ് വലിച്ചപ്പോൾ എഴുതണ്ടല്ലോ. അത് എന്താണെന്നറിയില്ല. നീ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. പുള്ളിയെ സീറ്റും എന്താ സാറേ വിഷയം എന്താണെന്ന് ചോദിച്ചു. നിൻ്റെ അഡ്രസ്സ് പറയാം. നിൻ്റെ അഡ്രസ്സങ്ങ് പറ.